അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അൽഹംദുലില്ലാ ഇവിടെ ഞങ്ങൾക്ക് സുഖമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് രാവിലെ ബ്രെഡും അതിലേക്ക് മീൻ റോസ്റ്റ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അയക്കൂറ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നാലെണ്ണമായിരുന്നു. അയല മീനേക്കാളും കുറച്ച് വലിപ്പമുള്ള അയക്കൂറാണ്. അധികം വലിപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ടെണ്ണം ഫ്രൈ ചെയ്ത് രണ്ടെണ്ണം കറി വെച്ചു. പക്ഷേ കറി വെച്ച മീൻ അങ്ങനെ ചിലവാൻ വേണ്ടിയിരിക്കുകയാണ്. ഇവിടെ മീനിനോട് വലിയ താല്പര്യമില്ല. എന്തോ ഒരു തോന്നലുകൊണ്ട് വാങ്ങിച്ചതാണ്. പിന്നെ അത് തീർന്നുമില്ല. അപ്പോൾ പിന്നെ അതെടുത്തിട്ട് റോസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിലേക്കായിട്ട് വലിയൊരു സവാള തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ചതച്ചത്, കറിവേപ്പിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ ആദ്യം നമുക്ക് സ്റ്റൗവിൽ പാൻ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ സവാള അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായി വേണ്ടതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ പച്ചമുളക് ചതച്ചതും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറിയതിന് ശേഷം തക്കാളി അരിഞ്ഞതിട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മീനിൽ കുറച്ച് ഉപ്പുള്ളതാണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഉപ്പ് ഇടാൻ. എന്നിട്ട് നമുക്ക് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ലാസ്റ്റ് കുരുമുളക് പൊടിയും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നില്ല. ഓൾറെഡി മീനിൽ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ, കറിയിൽ നിന്ന് എടുത്ത മീനാണല്ലോ, അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നില്ല. എന്നിട്ട് ഇതാ മുളക് പൊടിയുടെ ആ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ മുള്ള് കളഞ്ഞ് മാറ്റി വെച്ച മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ ഇട്ട് കൊടുക്കുന്നത് മല്ലിയില അരിഞ്ഞതാണ്. അപ്പോൾ ഒരു പിടി മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെ കറിയിലെ മീൻ എടുത്തിട്ടുണ്ടാക്കിയ അടിപൊളി മീൻ റോസ്റ്റ് ഇവിടെ റെഡിയായി. മീൻ റോസ്റ്റും ബ്രെഡൊക്കെ കൂടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞ് ഉച്ചക്കലേക്കുള്ളത് നോക്കണം. അപ്പോൾ ഇന്ന് കായയുടെ തൊലിയോട് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ കടയിൽ പോയപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ പച്ചക്കായ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചിപ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ തോന്നിയതാണ് അതിൻ്റെ തൊലി അരിഞ്ഞെടുത്തിട്ടുള്ള ഉപ്പേരി ഇല്ലേ. അപ്പോൾ വല്ലപ്പോഴൊക്കെ അങ്ങനെ കായയുടെ തൊലി കൊണ്ട് ഉപ്പേരി കഴിക്കാൻ ഒരു ഇഷ്ടമാണ്. എപ്പോഴും ഇങ്ങനെ അടുപ്പിച്ച് കഴിക്കുമ്പോൾ അത് മടുപ്പ് വരും. ഇടയ്ക്കൊക്കെ ഒന്ന് കഴിക്കുമ്പോൾ നല്ല രസമല്ലേ പച്ചക്കായയുടെ തൊലി. അപ്പോൾ ഇന്നിപ്പോൾ അത് ഉപ്പേരി ഉണ്ടാക്കണം തോന്നി കഴിഞ്ഞപ്പോൾ ചിപ്സ് ഉണ്ടാക്കാനാണെങ്കിൽ വൈകിട്ടാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്, പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇപ്പോൾ അത് ചിപ്സ് ഉണ്ടാക്കാൻ നേരം വഴുകും. പക്ഷേ കായയുടെ തൊലി കിട്ടുകയാണെങ്കിൽ നമുക്ക് തൊലി എടുക്കും വേണ്ടേ. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, വേഗം ഒരു 3 കായ മാത്രം, ഇപ്പോൾ കുറച്ച് ഉപ്പേരില്ലേ, ആൾ കുറവാണ്, അപ്പോൾ അതിന് വേണ്ട ഒരു 3 കായ മതി. അപ്പോൾ അതുകൊണ്ട് എടുത്തിട്ട് അതിൻ്റെ കായ കൊണ്ട് വേഗം തന്നെ ഇപ്പോൾ ചിപ്സ് ഉണ്ടാക്കിയേക്കാം, അല്ലെങ്കിൽ അത് കറുത്ത് പോകുമല്ലോ കായ. അപ്പോൾ അതാ ഞാൻ അതുകൊണ്ട് ചിപ്സ് ഉണ്ടാക്കുകയാണ്. നമ്മൾ ചിപ്സ് ഉണ്ടാക്കാനുള്ള എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ചിപ്സ് ഉണ്ടാക്കുമ്പോൾ എണ്ണ നന്നായി ചൂടാവണം. തിളക്കാനായ എണ്ണയിലേക്ക് വേണം ചിപ്സ് ഉണ്ടാക്കാനായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ചോപ്പർ ഇതങ്ങനെ പിടിച്ചിട്ട് കായ അങ്ങനെ ചെത്തിയിട്ട് നമ്മളെ ഈ പാനിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിനി ഇതൊരു 1/4 ഭാഗം അങ്ങനെ ഫ്രൈ ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി കലക്കി വെച്ച വെള്ളം അങ്ങനെ തെളിച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റുള്ള ചിപ്സ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോൾ. നമ്മൾ അടിപൊളി ചിപ്സ് ഇവിടെ റെഡിയാക്കി. ഞാൻ 3 കായ മാത്രം എടുത്തിട്ട് ഇപ്പോൾ തൽക്കാലം ഉണ്ടാക്കിയതാണ് കേട്ടോ, ആ തൊലിണ്ട് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതൊന്ന് നന്നായി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉള്ളിയും മുളകൊക്കെ ഇട്ടിട്ട്, ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഉണക്കമുളകൊക്കെ ഇട്ടിട്ടൊന്ന് ഉപ്പേരിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഉച്ചച്ചോറിനുള്ള ഉപ്പേരി റെഡിയായി. പിന്നെ നമ്മൾ അയക്കൂറ പൊരിച്ചതുണ്ട്. ഇനി ഒരു കറി വേണ്ടേ, അപ്പോൾ അതിന് നല്ല ചൊറിയാണത്തിൻ്റെ ഇല നിൽക്കുന്നുണ്ട്. ചൊറിയാണത്തിൻ്റെ ഇല ഉപ്പേരിയോ കറി എന്തോ വെക്കുന്ന വീഡിയോ ഞാൻ കുറച്ച് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണല്ലോ ചൊറിയാണത്തിൻ്റെ ഇല ഉപ്പേരിയും കറിയൊക്കെ വെച്ചാൽ. അപ്പോൾ നല്ല തൈകൾ ഇങ്ങനെ നിൽക്കണുണ്ടപ്പോൾ സഹിക്കണില്ല കേട്ടോ. അപ്പോൾ അത് പരിപ്പിട്ടിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ചൊറിയാണത്തിൻ്റെ ഇല പൊട്ടിക്കാൻ പോവാണ്. നമ്മൾ ചൊറിയാണൊക്കെ പൊട്ടിച്ചു കൊടുന്നു, കഴുകി വെള്ളമൊക്കെ വാർന്നതിന് ശേഷം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മളെ പുറത്തടുപ്പില്ലേ, അവിടെ എന്തെങ്കിലും ഒന്ന് കുക്ക് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഒന്ന് ചൊറിയാണത്തിൻ്റെ കറി തന്നെ ആയിക്കോട്ടെ. ദിവസത്തിൽ എന്തെങ്കിലും ഒരു സംഭവം പുറത്തടുപ്പിൽ വെച്ചിട്ട് ചെയ്യാൻ ഒരു സന്തോഷമാണ്, അതൊരു ഇഷ്ടമാണ്. മെനക്കെടാണ്, വിറകൊക്കെ അങ്ങോട്ട് എടുത്തുകൊണ്ട് പോകണം, സാധനങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകണം. എന്നാലും ആ ഒരു ഇഷ്ടം തീരാ നമ്മൾ മെനക്കെട്ടാലല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഇവിടെ ചട്ടിയിൽ പരിപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പരിപ്പ് ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചൊറിയാണത്തിൻ്റെ ഇല അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. അത് പിന്നെ പെട്ടെന്ന് വേവുമല്ലോ.
എന്നിട്ട് ഇതാ അതിലേക്ക് നമ്മളെ തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ പച്ചക്കറി റെഡിയായി. ഇനി ഇത് ഞാൻ ഇവിടുന്ന് തന്നെ വേറെ ചട്ടിയിലേക്ക് മാറ്റുകയാണ് കേട്ടോ. കരി പിടിച്ച ചട്ടി ഇനിയിപ്പോൾ അടുക്കളയിലേക്ക് കൊണ്ടുപോകണ്ടല്ലോ, അത് ഇവിടുന്ന് തന്നെ കഴുകിയെടുക്കലാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പച്ചക്കറി റെഡിയായി. ഇനി അത് അകത്തുനിന്നൊന്ന് താളിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഉച്ചക്ക് എന്താണ് അയക്കൂറ പൊരിച്ചത്, കായയുടെ തൊലി ഉപ്പേരി, നമ്മളെ ചൊറിയാണത്തിൻ്റെ ഇല കറി വെച്ചത് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും അതുപോലെ അഭിപ്രായങ്ങൾ അറിയിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെയും എല്ലാവർക്കും ബായ്.